ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഭാനുവതിയമ്മയെ പുറത്ത് കൊണ്ടുപോകണമെന്നും അതുപോലെ തന്നെ ഭാനുവതിയമ്മയിൽ പല മാറ്റങ്ങളും വരുമെന്നൊക്കെ ഇങ്ങനെ മഹിമ പറയുന്നത് കേട്ട് ഭാനുവതിയമ്മക്ക് ഒരുപാട് സന്തോഷമാവണം കേട്ടോ. അങ്ങനെ മഞ്ജു, നിനക്ക് എൻ്റെ അമ്മയോട് ദേഷ്യമൊന്നുമില്ലെങ്കിൽ എൻ്റെ അമ്മയെ ഇടയ്ക്കൊന്ന് വന്ന് നോക്കുന്നതും അതുപോലെ തന്നെ പ്രതീക്ഷയുമായി നീ കുറച്ച് നേരം ഒന്ന് സംസാരിക്കുന്നതും എനിക്ക് എൻ്റെ അമ്മക്ക് ഒരു മാറ്റം ഉണ്ടാക്കാൻ നല്ലതാണെങ്കിൽ മഞ്ജുവിന് അത് ചെയ്തു തരാൻ പറ്റുമോ? എൻ്റെ മഞ്ജു, കാരണം മഞ്ജു വന്നതിലാണ് ഇപ്പോൾ ഇങ്ങനെ കൈയിളക്കം തുടങ്ങിയെന്ന് പറയണ്ടോ. അതിനെ ചൊല്ലി പ്രീതി അവിടെ സംസാരിക്കാൻ ഒരുങ്ങുമ്പോൾ ഗിരി കറക്റ്റ് മറുപടിയൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഈ സമയം ഭാനുവതി അമ്മ അങ്ങ് വല്ലാത്തൊരു സന്തോഷം തന്നെ ഭാനുവതിയമ്മയുടെ ഉള്ളിൽ വരികയാണ്. പിന്നീട് അത് പറഞ്ഞ് മഞ്ജു അങ്ങ് പോവാണ്. എന്നാൽ ഭാനുവതിയമ്മയുടെ അടുത്തോട്ട് ചെന്നിട്ട്, തള്ളേ, നിങ്ങൾക്ക് ഞാൻ ഓവർ ഡോസ് തന്നിട്ടും നിങ്ങളുടെ കൈ പൊക്കുകയാണെങ്കിൽ തീർച്ചയായും തള്ളേ, നിങ്ങൾക്ക് ഞാനൊരു തിരിച്ചടി തരും. ഇനി ആ ഡോസ് കൂട്ടാൻ എനിക്ക് കഴിയാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ മകളടക്കം വിളിച്ച് എന്നോട് പറഞ്ഞതേ ഒറ്റ അടിക്ക് നിങ്ങളങ്ങ് കുത്തിക്കൊല്ലാനാണ്, അവരെ വെച്ചേക്കണ്ട എന്നാണ് പറഞ്ഞത്. അതുതന്നെയാണ് എൻ്റെയും ആഗ്രഹം. പക്ഷേ നിങ്ങളാണ് എൻ്റെ പിടിവള്ളി. നിങ്ങളെ വെച്ചാണ് ഞാൻ കളിക്കുന്നത്. നിങ്ങളെ വെച്ച് മാത്രമാണ് ഞാൻ കളിക്കുന്നത്. നിങ്ങളുടെ മകനെ സ്വന്തമാക്കുക എന്നുള്ളത് എൻ്റെ ലക്ഷ്യമാണ്. അപ്പോൾ നിങ്ങളുടെ മകനെ സ്വന്തമാക്കി കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ ഈ ഭൂമിയിലില്ല, അന്നേ നിങ്ങൾ വിട പറയുമെന്ന് പറയുന്നുണ്ട് കേട്ടോ. ആ സമയം ഭാനുവതിയമ്മ ഒന്നും മിണ്ടുന്നില്ല. അങ്ങനെ ഈ സമയം മഞ്ജു ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാണാൻ വരികയാണ്. മഞ്ജു ഇങ്ങനെ പ്രതീക്ഷയുമായി മഞ്ജു ഭാനുവതിയമ്മയുടെ അരികിൽ വരുന്നുണ്ട്. അങ്ങനെ ഭാനുവതിയമ്മയുടെ ഓരോ കളിച്ചിരികൾ ഇങ്ങനെ പറയുകയാണ്. അങ്ങനെ കുഞ്ഞിങ്ങനെ ഓരോ ഫോട്ടോ വരച്ച് ഭാനുവതിയമ്മക്ക് കാണിച്ചു കൊടുക്കണം. ഇത് കണ്ട അമ്മേ, ഇത് എൻ്റെ അച്ഛൻ ഇങ്ങനെ ആയിരിക്കും, എൻ്റെ അച്ഛനെ ഇങ്ങനെ ഞാൻ ചെയ്യും, ഒരു രാക്ഷസനാണ്, ഒരു ദുഷ്ടനാണ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കാണിച്ചിട്ട് ഓരോ ഫോട്ടോകൾ ഇങ്ങനെ കാണിച്ച് ഇങ്ങനെ കുഞ്ഞ് ചിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഈ സമയം ഇതൊക്കെ കാണുമ്പോൾ ഭാനുവതിയമ്മയിൽ ഒരുപാട് ഉണർവുണ്ടാവുന്നു കേട്ടോ. അങ്ങനെ മഞ്ജു ആണെങ്കിലോ ഭാനുവതിയമ്മക്ക് ഒരു നേരത്തെ ഭക്ഷണമെങ്കിലും ഒരു സമയം കൊടുക്കാൻ നോക്കും. അങ്ങനെ ഡെയിലി ഇവർ തമ്മിലിങ്ങനെ വിരൽ തുടങ്ങുകയാണ്. എന്നാൽ ഇത് ഉൾക്കൊള്ളാൻ ഒരിക്കലും പ്രീതിക്ക് കഴിയില്ല കേട്ടോ. അപ്പോൾ പ്രീതി ആണെങ്കിലോ താൻ കൊടുക്കുന്ന നേരം ആ സമയത്ത് കറക്റ്റ് മരുന്നും കൊടുക്കാൻ കഴിയുന്നില്ല. തനിക്ക് ആ ഡോസ് കറക്റ്റ് ഭാനുവതിയമ്മയിൽ കുത്തിവെക്കാനും പല ദിവസങ്ങളായി പറ്റാതെ പോവുകയാണ് കേട്ടോ. അപ്പോഴൊക്കെ ഭാനുവതിയമ്മയിൽ ചെറിയ ചെറിയ ഇളക്കങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. എന്തിനെ സ്വപ്ന പറയുന്നത് പോലെ തന്നെ അവർ അഭിനയിക്കുകയായിരിക്കും, ഡോക്ടറുടെ മുന്നിൽ കൈപൊക്കാതെ ഇരുന്നതായിരിക്കും, അവർ മനഃപൂർവ്വം അത് ചെയ്തതാണ് എന്ന് പറയുന്നത് അത് സത്യം തന്നെ ആയി വരികയാണ് കേട്ടോ. കാരണം ഭാനുവതിയമ്മക്ക് കൈയിളക്കാനും അതുപോലെ തന്നെ പതിയെ കൈ പൊന്തിക്കാനും ഒക്കെ കഴിയും കേട്ടോ. പക്ഷേ തനിക്ക് സംസാരശേഷി തിരികെ കിട്ടാത്തത് കൊണ്ട് തന്നെ ഭാനുവതിയമ്മ അത് അവിടെ ഒളിപ്പിച്ച് വെക്കുകയാണ്. തന്നെ ഇഞ്ചിഞ്ചായി അവൾ വീണ്ടും ഡോസ് കെടുത്തി തന്നെ കിടത്തുമെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ തൻ്റെ കൈവിരലുകൾ ഇളക്കില്ല കേട്ടോ. എന്നാൽ ഈ സമയം പ്രീതി അങ്ങോട്ടേക്ക് മഞ്ജു അങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് ഗിരിക്ക് കൂടുതലായി മഞ്ജുവിനെ കാണാനും മഞ്ജുവിനോട് സംസാരിക്കാനൊക്കെ പറ്റുന്നു കേട്ടോ. അങ്ങനെ ഭാനുവതിയമ്മ മഞ്ജു വരുന്ന സമയങ്ങളിലൊക്കെ മഞ്ജുവിനെ തൊടാൻ കഴിയുന്നതും ശ്രമിക്കാറുണ്ട്. അതുപോലെ മുഖത്ത് തന്നെ ഇതൊരു ചെറിയൊരു പുഞ്ചിരിയൊക്കെ വരും. അതുപോലെ പുറത്തോട്ട് പോകുമ്പോൾ പ്രീതി കാണാതെ പുറത്തൊക്കെ വീൽചെയറിൽ ഇങ്ങനെ ഭാനുവതിയമ്മയെ കൊണ്ട് നടക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഭാനുവതിയമ്മയിൽ പല വ്യത്യാസങ്ങൾ വന്നു തുടങ്ങുകയാണ് കേട്ടോ. അപ്പോൾ ഈ സമയം ഒരു ദിവസം ഗിരി ഇത് കണ്ടുവരികയാണ്. അപ്പോൾ ഗിരി മഞ്ജുവിനോട് പറയാണ്, മഞ്ജു, നീ എന്നെ ഒരു ഭർത്താവായി കണ്ടില്ലെങ്കിൽ കുഞ്ഞിൻ്റെ അച്ഛനായിട്ട് കണ്ടിട്ടെങ്കിലും നീ പഴയ വെറുപ്പും വിദ്വേഷമൊക്കെ എന്നോട് മറന്നിട്ട് എൻ്റെ കൂടെ ജീവിക്കണം എന്ന് ഞാൻ പറയുന്നില്ല. ഇനി എന്നോടൊന്ന് സംസാരിച്ചാൽ മാത്രം മതി. അത് മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ, വേറൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഞാൻ അത്രയും വലിയൊരു തെറ്റ് ചെയ്തവനാണ്. ഞാൻ ഇന്നും ആ തെറ്റ് ആവർത്തിച്ചും കൊണ്ടിരിക്കുന്നത്. എൻ്റെ അമ്മയെ മാനിച്ച് മാത്രമാണ് ഞാനത് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ മഞ്ജു ആണെങ്കിൽ കുറേശ്ശൊക്കെ ആയിട്ട് സംസാരിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, പ്രതീക്ഷയെ ഞാൻ കണ്ടിരുന്നു, അവളോട് സംസാരിച്ചു, അപ്പോൾ അച്ഛനായിട്ടാണ് നിങ്ങൾ പോയത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അതിനൊരു ഉത്തരം ഗിരിക്ക് പറയാൻ സമ്മതിക്കില്ല കേട്ടോ. അപ്പോഴേക്കും പ്രീതി അങ്ങോട്ടേക്ക് കടന്നു വരികയാണ്. പ്രീതിക്ക് ഇവരുടെ സംസാരം കൂടുതൽ ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. അപ്പോൾ പ്രീതിക്ക് ദേഷ്യം പിടിക്കുകയാണ്. അതെ, നിൻ്റെ ഇടയ്ക്കിടയ്ക്കുള്ള വരവേ നീ ഇവിടുത്തെ സ്ഥാനം പിടിച്ചെടുക്കാനായിരിക്കും. എന്നാൽ നീ ഒരു കാര്യം ചിന്തിക്കണം, ഒരു സമയത്ത് നീ ഒന്നും വേണ്ടെന്ന് പറഞ്ഞ് ഇട്ടെറിഞ്ഞ് പോയതല്ലേ. അപ്പോൾ നീ വീണ്ടും ഇങ്ങനെ ഗിരിയേട്ടൻ്റെ മനസ്സിൽ ഒരു സ്ഥാനം പിടിക്കാൻ ശ്രമിക്കേണ്ട എന്നൊക്കെ പറയട്ടെ. അപ്പോഴേക്കും ഗിരി അവിടെ നിന്ന് പോയിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു വാക്ക് കേൾക്കുമ്പോൾ അത്ര അങ്ങ് ഉൾക്കൊള്ളാൻ മഞ്ജുവിന് കഴിയില്ല കേട്ടോ. നീ വീണ്ടും ഗിരിയേട്ടൻ്റെ മനസ്സിലൊരു സ്ഥാനം പിടിക്കാൻ ശ്രമിച്ചാൽ അത് നടക്കത്തില്ല, അത് ഞാൻ നടത്തില്ലടി. ഗിരിയേട്ടൻ എനിക്കുള്ളതാണ്, അത് പല പ്രാവശ്യം നിന്നോട് പറഞ്ഞതാണ്. ഞാൻ അയാളെ നോട്ടമിട്ട് വെച്ചതാണ്, അയാൾ എന്നെയാണ് എൻ്റെ ഭർത്താവ് ആവുക. ഞാനെല്ലാം ഉപേക്ഷിച്ച് ഇയാളുടെ മുന്നിലോട്ട് വന്ന് വെറുതെ എന്നല്ല. ഇനി ഞാൻ നിനക്ക് വിട്ടുതരില്ല. ഈ സ്ത്രീ
പ്രിയയെ ഞാൻ നോക്കി ഉണ്ടാക്കിയതൊക്കെ അയാളെ എനിക്ക് കിട്ടാൻ വേണ്ടിയാണെന്ന് പറയാൻ കേട്ടോ. അങ്ങനെ ഇത് ഇടയ്ക്കിടയ്ക്ക് മഞ്ജുവിൻ്റെ മുന്നിൽ ഇതിങ്ങനെ ആവർത്തിക്കുകയാണ്. അപ്പം മഞ്ജുവിൻ്റെ ഉള്ളിൽ ഒരു ചെറിയൊരു ദേഷ്യം വന്നു തുടങ്ങുകയാണ്. മഞ്ജുവിന് ഇഷ്ടമാണ് ഗിരിയെ, പക്ഷേ ഈ ഒരു തെറ്റ് സംഭവിച്ചത് കൊണ്ടാണ് മഞ്ജു അകന്നു പോയിരിക്കുന്നത് കേട്ടോ. അങ്ങനെ ഒരു ദിവസം വീണ്ടും ഗിരിക്ക് ഓരോന്നും ഇങ്ങനെ ഭാനുവതിയമ്മക്ക് ഇങ്ങനെ ചായ ഇട്ട് കൊടുക്കണം. ഭാനുവതിയമ്മ കുറേശ്ശൊക്കെ ഭക്ഷണം ഇരുന്ന് കഴിക്കൽ തുടങ്ങുകയാണ്. ചായയും മറ്റുള്ള ഫുഡുകളൊക്കെ കഴിക്കൽ തുടങ്ങും. അപ്പോൾ ഭാനുവതിയമ്മയിൽ ആ ഒരു കഴുത്തിൻ്റെ ബെൽറ്റും ഒക്കെ റിമൂവ് ചെയ്ത് ഭാനുവതിയമ്മ നേരെ ഇരിക്കലൊക്കെ തുടങ്ങുകയാണ് കേട്ടോ. അപ്പോൾ ഈ സമയം ഭാനുവതിയമ്മക്ക് ഓരോന്നായി കൊടുക്കുമ്പോൾ അത് ഗിരിക്കും കൂടി ഇട്ട് കൊടുക്കട്ടെ. അപ്പോൾ ഗിരി പറയും, മഞ്ജു നിന്നിൽ നിന്ന് ഒരു ചായ കിട്ടാനുള്ളൊരു ഭാഗ്യം എനിക്കുണ്ടായില്ല, അത് മതി, അങ്ങനെ ചെറിയ സന്തോഷങ്ങൾ എനിക്ക് കിട്ടിയാൽ മതി എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ മഞ്ജു ചെറുതായിട്ട് ഗിരിയെ ഇങ്ങനെ സ്നേഹിച്ച് തുടങ്ങുകയാണ് കേട്ടോ. തൻ്റെ ഉള്ളിലുണ്ട്, പക്ഷെ അത് പുറത്ത് കാണിച്ചിരുന്നില്ല. അങ്ങനെ മഞ്ജു ഗിരിയുമായി ചിരിയും കളിയൊക്കെ തുടങ്ങുന്നത് കാണുമ്പോൾ പ്രീതിക്ക് ദേഷ്യം പിടിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഗിരി പോയ സമയം പ്രീതി വീണ്ടും മഞ്ജുവിൻ്റെ അടുത്തോട്ട് വരികയാണ്. എടി, നീ ഇനി ഈ വീട്ടിലോട്ട് ഇനി വരാൻ പാടില്ല, ഇവരെ നോക്കേണ്ട ഉത്തരവാദിത്തം അത് ഞാൻ ചെയ്യുന്നുണ്ട്, അത് ഞാൻ ചെയ്തോളാം, നീ ഇവരെ നോക്കുന്ന ഉത്തരവാദിത്തം എന്ന് പറഞ്ഞിട്ട് ഗിരിയേട്ടൻ്റെ മനസ്സിൽ ഇനിയും ഒരു സ്ഥാനം പിടിച്ചെടുക്കാൻ നോക്കിയാൽ അത് നടക്കത്തില്ല. ഗിരിയേട്ടൻ എന്നെ ചതിച്ചതാണ്. ഈ തള്ളക്ക് വേണ്ടി എൻ്റെ കാനഡയിലെ ജോലി നീ ഒറ്റൊരുത്തി കാരണം അന്ന് ചതിച്ചു എന്നുള്ളത് ഞാൻ മറന്ന്, പിന്നീട് നീ എന്നെ ഇവിടെ തനിയാക്കി അങ്ങ് പോയില്ലേ, അന്ന് ഈ തള്ളക്ക് സുഖമില്ലാതായപ്പോൾ പിന്നീട് ഈ തള്ളയെ നോക്കാൻ ഞാനേ ഉണ്ടായുള്ളൂ, അത് നീ മറക്കരുത്. ഇന്നിപ്പോൾ എല്ലാം നഷ്ടപ്പെട്ടു, എൻ്റെ അച്ഛൻ നഷ്ടപ്പെട്ടു, എൻ്റെ ജീവിതം തന്നെ നഷ്ടപ്പെട്ടു, എല്ലാം നഷ്ടപ്പെട്ട് നിൽക്കുന്ന ഈ സമയത്ത് നീ ഈ പറയുന്ന രീതിയിൽ ഇങ്ങോട്ടേക്ക് വന്ന് ഗിരിയേട്ടനെ അടുപ്പം കൂടാമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അതിന് ഞാൻ അനുവദിച്ച് തരില്ലടി, ഒരിക്കലും എൻ്റെ ഗിരിയേട്ടനെ എനിക്ക് ഞാൻ വിട്ടു തരില്ലടി എന്നങ്ങ് പറഞ്ഞതേ പ്രീതിക്ക് ഓർമ്മയുള്ളൂ കേട്ടോ. അപ്പോഴേക്കും പ്രീതിയുടെ കാരണത്ത് മഞ്ജു അങ്ങ് അടിക്കണേ, എന്നിട്ട് പറയാണ്, എൻ്റെ ഔദാര്യമാണ്, എൻ്റെ ഭിക്ഷയാണ് ഞാൻ നിനക്ക് ഗിരിയേട്ടനെ തന്നത്, പക്ഷേ ഇത്രയും നീ ആ മനുഷ്യനോട് അടുത്തിട്ടും നിന്നെ അയാൾ സ്നേഹിക്കുന്നില്ലെങ്കിൽ അതിനർത്ഥം എനിക്ക് മനസ്സിലായി, നീ അയാളോട് എന്തോ ചതി ചെയ്തിരിക്കുകയാണ്. ആ സമയം മഞ്ജുവിൻ്റെ കയ്യിൽ ഭാനുവതിയും അങ്ങ് പിടിക്കാൻ കേട്ടോ. ഇത് കാണുന്നതിനോട് കൂടി പ്രീതി അങ്ങ് ഞെട്ടിപ്പോവാണ്. ഈശ്വര, ഈ തള്ള കറക്റ്റ് സമയങ്ങളിൽ എന്താ ഇത് ചെയ്യുന്നത്? അപ്പം ഇങ്ങനെ കണ്ണുകൊണ്ട് ഇങ്ങനെ കാണിക്കാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. ഭാനുവതിയമ്മക്ക് എന്തൊക്കെയോ ഇങ്ങനെ പറയണമെന്നുണ്ട്. അപ്പോൾ ഉടൻ തന്നെ പ്രീതി പേടിച്ച് പോവാണ്. അപ്പോൾ മഞ്ജു ഇത് പറയുമ്പോൾ, മഞ്ജു നീ പറഞ്ഞത് സത്യമാണ് എന്നിങ്ങനെ പറയാനാണ് ഭാനുവതിയമ്മ ശ്രമിക്കുന്നത്. അപ്പോഴേക്കും പ്രീതിക്ക് അക്കാര്യം പിടികിട്ടി കേട്ടോ. അങ്ങനെ പ്രീതിയോട് ഉടൻ തന്നെ പ്രീതിയെ ഇങ്ങനെ നോക്കുന്നുണ്ട്, എന്നിട്ട് മഞ്ജുവിൻ്റെ മുഖത്തോട്ട് നോക്കുന്നുണ്ട്. അപ്പോൾ പ്രീതിയുടെ മുഖത്ത് നോക്കി മഞ്ജു പറയാണ്, ഭാനുവതിയമ്മക്ക് നിന്നെക്കുറിച്ച് എന്തോ ഒരു രഹസ്യം എന്നോട് പറയാനുണ്ട്, അതിനാണ് ഇവർ നോക്കുന്നത്, എന്താടി നീ ഈ വീട്ടിൽ എൻ്റെ അമ്മയോട് ചെയ്തത് എന്ന് ചോദിച്ചിട്ട് കഴുത്തിന് അങ്ങ് പിടിക്കുന്നുണ്ട് കേട്ടോ. ആ സമയം അങ്ങ് ദേഷ്യത്തോടു കൂടി മഞ്ജു അങ്ങ് പറയാണ്, പ്രീതി അങ്ങ് പറയാണ്, നീ എന്തിനും എന്നെ ഇങ്ങനെ പിടിച്ചടിക്കണ്ട, എനിക്ക് തിരിച്ചടിക്കാൻ കഴിയില്ല എന്നുള്ള ഒരു തോന്നൽ നിന്നിലുണ്ടെങ്കിൽ അത് വേണ്ട, കാരണം നീ ഒരു കമ്മീഷണർ ആണെന്ന് കരുതിയിട്ടാണ് ഞാൻ നിന്നെ ഒന്നും ചെയ്യാതിരിക്കുന്നത്. അത് കേൾക്കുന്ന മഞ്ജു പറയണേ, എൻ്റെ ഗിരിയേട്ടൻ്റെ ജീവിതത്തിൽ നീ വന്നു കയറിയിട്ടുള്ളത് എന്തിനാണെന്ന് ഞാനൊന്ന് അന്വേഷിക്കട്ടെ, എങ്ങനെയാണെന്നും ഞാനൊന്ന് അന്വേഷിക്കട്ടെ, അതിൻ്റെ പിന്നാമ്പുറത്ത് ആ മനുഷ്യനൊരു പാവമാണെന്നറിഞ്ഞ നിന്നെ പിന്നെ ഞാൻ കൈകാര്യം ചെയ്യുന്ന ഈ രീതിയിലാവില്ല. പിന്നെ ഈ അമ്മയുടെ കിടപ്പിൻ്റെ സത്യാവസ്ഥ എനിക്കറിയണം, പല സാഹചര്യങ്ങളിലും പലതും എനിക്ക് മനസ്സിലാവുന്നുണ്ട്, ഞാനൊരു പോലീസുകാരിയാണെന്നുള്ളത് നീ മറക്കരുത് കേട്ടോ എന്ന് പറഞ്ഞ് അങ്ങ് ഓർമ്മപ്പെടുത്തുമ്പോൾ പ്രീതിക്ക് പേടിയാവണം കേട്ടോ. അങ്ങനെ പ്രീതിക്ക് കണക്കിന് മഞ്ജുവിൻ്റെ കയ്യിൽ നിന്ന് കിട്ടുന്നുണ്ട്.